അപ്പോഴേ ഞാൻ ഇന്നൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കാര്യങ്ങൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും അത് കുറേ ഒത്തിരി ആയിപ്പോവും. അപ്പം നമ്മൾ അതിനകത്ത് നിൽക്കത്തില്ല. ഷോർട്ട് വീഡിയോയ്ക്കൊരു ലിമിറ്റേഷൻ ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അല്ലേ ഷോർട്ട് എടുത്തിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് തുടങ്ങുന്നത്. അപ്പം ഞാനിപ്പോൾ 2-3 ദിവസമായി, 2-3 കുറച്ചേറെയായി വീഡിയോയിലൊക്കെ വന്നിട്ട് നമ്മുടെ ആരോഗ്യ പ്രശ്നം, ഹോസ്പിറ്റലിലെ പോക്കും ടെസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. തീരെ പറ്റാത്തത് കൊണ്ടാണ് കേട്ടോ. എന്നിരുന്നാലും ഞാൻ ഷോർട്ട് വീഡിയോസ്, വേറെ ഫണ്ണി വീഡിയോസൊക്കെ ഇട്ട് അപ്ലോഡ് ചെയ്ത് വരുന്നുണ്ട് എൻ്റെ ഇതിലുള്ളത് കൊണ്ട്. അപ്പം ഞാൻ ഇന്ന് വന്നതേ നമ്മളുടെ ഒരു വാർത്ത, ഇപ്പം നമ്മുടെ കേരളക്കരയാകെ അല്ലെങ്കിൽ ലോകമൊട്ടാകെ ഉള്ള മലയാളികൾക്ക് ഒരു നീറുന്ന ഒരു ഓർമ്മയായിട്ട് വന്നിരിക്കുന്നു വിഭജിയും അവളുടെ മകളും. ഇല്ലേ, എന്തെല്ലാം സ്വപ്നങ്ങളോടുകൂടിയായിരിക്കും ആ കുട്ടി ഒരു ജീവിതത്തിലോട്ട് കിടക്കുക. ആ കുട്ടിയെന്ന് മാത്രമല്ല കേട്ടോ, മിക്ക പെൺകുട്ടികളും ഒരു കുടുംബജീവിതത്തിലേക്ക് പോവുക അല്ലേ, ഒന്നും അറിയാത്ത ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലുക. ഈ സിസ്റ്റമൊക്കെ ഒന്ന് മാറ്റുന്ന സമയമായി കേട്ടോ. പണ്ടാരോ എഴുതിയുണ്ടാക്കി വെച്ചൊരു അജണ്ട മാതിരി അതിങ്ങനെ പിന്തുടർച്ച പോലെ പോകുന്നു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾ അനുഭവിക്കുന്നു, അത്രമാത്രം. അത് കുറേ കടുപ്പമാണ് കേട്ടോ. എത്ര കുട്ടികളാണ് മരിച്ചേ, എത്ര പെൺകുട്ടികളാണ് ആത്മഹത്യ ചെയ്തതും അല്ലാതെ തല്ലുകൊണ്ട് മരിച്ചതും ഒക്കെ അല്ലേ. എല്ലാം എടുത്തു നോക്കിയാലും എല്ലാം കെട്ടിച്ചു വിട്ട വീട്ടിൽ തന്നെയാണ് നടന്നിരിക്കുന്നത്. അല്ല എന്ന് നിങ്ങളെ കൊണ്ട് എൻ്റെ ഈ വീഡിയോ കാണുന്നവർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ അങ്ങനെയല്ല എന്ന്? ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? ഇല്ല അല്ലേ, പറയാൻ പറ്റില്ല. കാരണം എല്ലാം ഭർത്താക്കന്മാരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കുന്നത് ഇല്ലേ. എത്ര അമ്മമാർ, എത്ര പെൺകുട്ടികളുടെ അമ്മമാർ പറയും, മകളോട് പറയും, നിനക്ക് അവിടെ പറ്റുന്നില്ല എങ്കിൽ നീങ്ങ് പോരെന്ന്, ഇവിടെ നിൽക്കാമെന്ന്. ഒരമ്മയും പറയത്തില്ല. പെൺകുട്ടികളൊരു ഭാരമായിട്ടും ഒക്കെ തന്നെ സമൂഹത്തിനെയൊക്കെ നോക്കിയിട്ട് അമ്മമാർ ജീവിക്കുന്നത് അല്ലേ. അപ്പോൾ എൻ്റെ കാര്യം ചോദിക്കുമായിരിക്കും നിങ്ങൾ. എൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് 3 പെൺകുട്ടികളാണ് കേട്ടോ. 3 പേരും വിവാഹിതരാണ്. നമ്മുടെ ഈ പറയുന്ന പോലെ എല്ലാ കുടുംബങ്ങളിലും കാണും ഒരു ഇത്. അങ്ങനെ നമ്മുടെ ജീവിതം പോകുന്നു. ഒറ്റ സെക്കൻഡ്.